നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നമ്മുടെ GCD CEO ആൻഡ് ഫൗണ്ടറായ ജയകുമാർ സാറാണ്. സാർ, ഇന്ന് GCD ഇന്റർനാഷണൽ ബിസിനസ് ക്ലബിനെ സംബന്ധിച്ച് രൂപം കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശദീകരണം സാറ് നൽകാൻ കഴിയുമോ? തീർച്ചയായിട്ടും. നമ്മൾ GCD ബിസിനസ് ഇന്റർനാഷണൽ ക്ലബ്ബ് എന്നോ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യത്ത് ലക്ഷക്കണക്കിന് ബിസിനസ്സുകാരാണ് ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള കടകളും അല്ലെങ്കിൽ കമ്പോളങ്ങളും അല്ല അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ. അപ്പോൾ ഇവിടെ ഒരു ഇന്റർനാഷണൽ ആയിട്ട് ഒരു പ്രസ്ഥാനത്തിന് ഇതുവരെ രൂപം കൊടുത്തതായിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ GCD ഇന്റർനാഷണൽ ബിസിനസ് ക്ലബ്ബ് വരുന്നതോടെ തന്നെ ചെറിയ സ്ഥാപനം മുതൽ എത്ര വലിയ സ്ഥാപനമാണെങ്കിൽ പോലും ഒരു കുടക്കീഴിൽ ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് വിവിധ രീതിയിലുള്ള പ്ലാനുകളും നമ്മൾ തയ്യാറാക്കുന്നു. അപ്പോൾ അതിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് സിൽവർ, ഗോൾഡൻ, ഡയമണ്ട്, പ്ലാറ്റിനം, VIP എന്ന് പല രീതിയിൽ, അതായത് ഓരോ ബിസിനസ്സുകാരൻ്റെയും സാമ്പത്തികവും അവരുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി അനുസരിച്ചിട്ട് അവർക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ മെമ്പർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടങ്ങളിലും ചിലപ്പം വിജയവും പരാജയവും ഉണ്ടാകും. പക്ഷെ ആ വിജയവും പരാജയവും ഉള്ള സമയത്ത് ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അതിന് ക്രിപ്റ്റോ കറൻസിയുടെ കീഴിൽ വരുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവരെടുക്കുന്ന മെമ്പർഷിപ്പ്, ആ മെമ്പർഷിപ്പിന് അതിനൊരു ഫീസ് ഉണ്ടാവും, ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ടാവും. ആ ഫീസ് സ്ട്രക്ചർ അനുസരിച്ചിട്ട് തന്നെ ഇപ്പം അവർക്ക് ഇന്നത്തെ മെമ്പർഷിപ്പിൽ എടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ബിസിനസ്സിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ GCD മാർട്ട് വഴി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഇന്റർവ്യൂ പ്രോഗ്രാംസ് എല്ലാം നടത്തിക്കൊണ്ട് അവരുടെ ബിസിനസ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രയോജനങ്ങൾ ഈ കമ്പനിക്കാർക്കുണ്ടാവും, അല്ലെങ്കിൽ ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തികൾക്കുണ്ടാവും. ഇനി ഫ്യൂച്ചറിൽ അവർക്ക് ഒരു സാമ്പത്തിക ഭദ്രത ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അതിന് ലോൺ സംവിധാനം പോലുള്ള കാര്യങ്ങളും നമ്മൾ നടത്തില്ല. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് ലോൺ കിട്ടണമെങ്കിൽ പോലും ബാങ്കിൽ കയറി ഇറങ്ങേണ്ട സിറ്റുവേഷനാണ്. അവിടെ നമ്മൾ എല്ലാവിധ ഡോക്യുമെൻസും കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കുറേ നടന്നാലും നമുക്കത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ലോൺ പോലുള്ള ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് ഈ വ്യാപാര മേഖലയിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതെല്ലാം തന്നെ നമ്മുടെ ബെനിഫിറ്റിൽ നിന്നായിരിക്കും നമ്മളതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ചെറിയ സ്ഥാപനങ്ങൾ മുതൽ വലിയ സ്ഥാപനങ്ങൾക്ക് വരെ ഇതിന് പങ്കാളിത്തം കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ GCD ഇന്റർനാഷണൽ ബിസിനസ് ക്ലബിന് രൂപം കൊടുക്കുന്നത്. ഇന്ന് നിരവധി കടക്കാർക്ക് ഓൺലൈൻ രംഗമൊക്കെ വന്നപ്പം നിരവധി സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അവരെയും കൂടി ഏത് രീതിയിൽ വേണമെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോ ഓഫറും ഫ്യൂച്ചറിൽ അത് വലിയൊരു അസറ്റായിട്ട് അവർക്ക് മാറും. ഇന്ന് നിലവിലെ സ്ഥിതി അനുസരിച്ചിട്ട് യാതൊരുവിധ ഹെൽപ്പോ ഒന്നും അവർക്ക് ലഭ്യമാകില്ല. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് തന്നെ ഇന്ത്യയിലും വിദേശ രാജ്യത്തുള്ള വ്യാപാര വ്യവസായ മേഖലയിൽ ഉള്ള വ്യക്തികളെ ഇതിനകത്ത് പങ്കാളിത്തം സ്വീകരിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ബിസിനസ് ക്ലബിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ GCD ന്യൂസ് ചാനൽ വഴി പരസ്യം കൊടുക്കാനും അവർക്കതിൽ അവരുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താനൊക്കെ നമുക്ക് സാധ്യമാകും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.